ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്സിന്റെ അങ്ങേ അറ്റം വരെ ഇവിടെ കളിക്കേണ്ടി വരും തിരുവനന്തപുരത്ത്. പക്ഷെ താങ്കൾ അത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നെ പറ്റി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആരോ എന്റെ ഒരു ഫ്രണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ താങ്കളുടെ കോളീഗ് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എല്ലാ മൂമെന്റ് ഓഫ് ടൈമിലും ആൾക്കാർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. എന്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഞാൻ മൊബൈൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെയിൽ ആവും, ഞാൻ സക്സസ്ഫുൾ ആക്കി. ഞാൻ ചിപ്പ് ഡിസൈൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ സോഫ്റ്റ്വെയർ വിട്ട് ചിപ്പ് ഡിസൈൻ പോന്ന്, അവിടെ സക്സസ് ആക്കി. പോളിറ്റിക്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2006 ഞാൻ എന്റർ ചെയ്തപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു ഇതൊരു എക്സ് ബിസിനസ്മാൻ ആണ്, പോളിറ്റിക്സിൽ ഫെയിൽ ആവും. എന്റെ ഒരു 18 കൊല്ലം ഡിസ്റ്റിംഗ്വിഷ് പൊളിറ്റിക്കൽ കരിയർ റെക്കോർഡ്, പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അത് നോക്കി എന്റെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ. അപ്പൊ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരെല്ലാം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും. സാധാരണ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നയാൾ എതിർപക്ഷത്തെ ആൾ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ തരൂരിനെ കുറിച്ച് താങ്കൾ അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് അതിന് പറയുന്ന കാര്യമില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ റെക്കോർഡ് നോക്കൂ, ഞാൻ ചെയ്യാൻ പോകുന്ന സാധനങ്ങളെ പറ്റി ഒന്ന് താങ്കൾ ഒന്ന് അസസ് ചെയ്യൂ, എന്റെ കപ്പാസിറ്റി ഒന്ന് നോക്കൂ. എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൂടെ ചെയ്യാൻ പോകുന്നത്, ആ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കൂ. എന്നിട്ട് വേറെ എല്ലാ ചോയ്സസിനെ കൂടെ കമ്പയർ ചെയ്തിട്ട് ജനങ്ങൾ ഡിസൈഡ് ചെയ്യും. അദ്ദേഹത്തിന് ഈ NDA ഭരണം ഇരിക്കുന്ന സമയത്ത് MP ആയതുകൊണ്ടാണോ കൂടുതൽ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വന്നത്? 5 വർഷം അദ്ദേഹം UPA കാലത്തുണ്ടായിരുന്നു. NDAയില് UPA ടൈമിൽ മിനിസ്റ്റർ ആയിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ആയിരുന്നല്ലോ 5 വർഷം. അപ്പൊ ഞാൻ അതിപ്പോ എല്ലാവർക്കും ഓപ്പൺ ഇതല്ലേ, 15 കൊല്ലത്തിന്റെ ഒരു റെക്കോർഡ് ഓഫ് 1 MP, എന്റെ 18 കൊല്ലം MP-ന്റെ റെക്കോർഡ്, എന്റെ 2 കൊല്ലം 9 മാസം മിനിസ്റ്ററിന്റെ റെക്കോർഡ്, എന്റെ പ്രൈം മിനിസ്റ്റർ എന്റെ ലീഡറിന്റെ 10 കൊല്ലത്തിന്റെ റെക്കോർഡ്, ഇതാണല്ലോ. പിന്നെ ഇവിടെ സഖാവ് പിണറായി വിജയന്റെ 7 കൊല്ലത്തിന്റെ റെക്കോർഡ്. ഈ റെക്കോർഡല്ലേ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ ടൈമിൽ. ഞാൻ എത്ര ഡിക്ഷണറി വായിച്ചു, എന്റെ ഫോറിൻ ട്രാവൽ എത്ര ടിക്കറ്റ്, ഞാൻ എന്റെ പാസ്പോർട്ടിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്, അതാണോ വേണ്ടത്? ഈ ഇലക്ഷൻ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അല്ല. ഇത് ആരാണ് ഇന്റലക്ച്വൽ അല്ലെന്നല്ല. ഇത് UPA 10 കൊല്ലം ജനങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്തു? അതില് മിനിസ്റ്റർ ആയിരുന്നില്ലേ കോൺഗ്രസ് MP? ഞങ്ങൾ 10 കൊല്ലം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്തു? ലെഫ്റ്റ് സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്ത് ചെയ്തു?